പൂരങ്ങളുടെ പൂരമായ തൃശൂർ പൂരത്തിന് കൊടിയേറി. പൂരത്തിന്റെ പ്രധാന പങ്കാളികളായ തിരുവമ്പാടി, പാറമേക്കാവ് ക്ഷേത്രങ്ങളിലും ഘടകക്ഷേത്രങ്ങളിലുമാണ് കൊടിയേറിയത്. ഇനിയുള്ള ഒരാഴ്ച തൃശൂർ നഗരം പൂരലഹരിയിൽ അലിയും. മെയ് 6-നാണ് തൃശൂർ പൂരം. ആർപ്പുവിളികളും ആരവങ്ങളുമായി തൃശൂർ അങ്ങനെ ഒരു പൂരക്കാലത്തെ കൂടി വരവേറ്റു. പൂരത്തിന്റെ വരവറിയിച്ച ആദ്യം തിരുവമ്പാടിയിൽ കൊടിയേറി. പുറകെ പൂരാവേശം അലതല്ലി പാറമേക്കാവിലും കൊടിയേറി. പൂരത്തിന് വരുന്ന എല്ലാവരെയും സ്വീകരിക്കുകയും എല്ലാവർക്കും പൂരം കാണാനുള്ള സൗകര്യവുമാണ് ഇക്കുറി ഒരുക്കിയിരിക്കുന്നതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളോടും എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളോടും കൂടി നടന്നു. ഇത്തവണത്തെ പൂരം കൂടുതൽ ജനങ്ങളുള്ള പൂരമായിരിക്കും. ഒരു വിധത്തിലും പ്രയാസം ഉണ്ടാകില്ല എന്ന് നല്ല ബോധ്യമുണ്ടായി. ഇക്കുറി പുതുമകൾ അവതരിപ്പിക്കുമെന്ന് തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികൾ അറിയിച്ചു. ഇപ്രാവശ്യത്തെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുൻ വർഷങ്ങളിലെ അപേക്ഷിച്ച് തികച്ചും വ്യത്യസ്തമായ രീതിയിൽ അതിമനോഹരമായ വർണ്ണങ്ങളോടുകൂടി തിരുവമ്പാടി വിഭാഗത്തിൻ്റെ ചമയ പ്രദർശനം, സിനിമാ രംഗത്തുള്ളവർ ഒത്തുചേർന്ന്, പിന്നെ ഈ തട്ടകത്തുള്ള എല്ലാ ഉത്സാഹികളും കൂടി ഒത്തുചേർന്ന് അതിമനോഹരമായി അവിടെ ഒരുക്കങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. തിരുവമ്പാടിയുടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. പന്തലായാലും അതേപോലെ ആനച്ചമയമായാലും ആനകളായാലും വെടിക്കെട്ടായാലും അതിനെല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം ഇതിനെല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 4-നാണ് സാമ്പിൾ വെടിക്കെട്ട്. 5-ന് കൊമ്പൻ എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുര നട തുറന്ന് നിലപാട് തറയിലെത്തി ശംഖു വിളിച്ച പൂരവിളംബരം നടത്തും. 6-ന് തൃശൂർ പൂരം. കുടമാറ്റത്തിലും വെടിക്കെട്ടിലും ഉൾപ്പെടെ പല സസ്പെൻസുകളും കരുതിവെക്കുന്നുണ്ടെന്ന് പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ അറിയിച്ചു. അമൃത ന്യൂസ്, തൃശൂർ.